ഇത് കോട്ടയം ജില്ലയിലെ കോടിമത വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിസരമാണ്. കേസിൽ ഉൾപ്പെട്ടവയും അപകടത്തിൽപ്പെട്ടവയുമായ വാഹനങ്ങളുടെ ശവപ്പറമ്പാണിവിടം. സ്ഥലപരിമിതി മൂലം ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള വാഹനങ്ങളും ഇവിടേക്കാണ് എത്തിക്കുന്നത്. ഏറെയും ഇരുചക്ര വാഹനങ്ങളാണെങ്കിലും കാറ്, ഓട്ടോറിക്ഷ, നാഷണൽ പെർമിറ്റ് ലോറി എന്നിവയും കൂട്ടത്തിലുണ്ട്. പല വാഹനങ്ങളും തുരുമ്പെടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. ഓരോ സർക്കാർ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയാറുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷൻ പരിസരത്തും തുരുമ്പെടുത്ത് നശിക്കുന്ന വാഹനങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അവയെല്ലാം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടവയാകും. ഫയലിലെ ജീവിതത്തെക്കാൾ ഉള്ളു പൊള്ളിക്കുന്നതുമാകാം. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തുരുമ്പെടുത്ത് നശിക്കുന്ന ഈ ഇരുചക്ര വാഹനത്തിന്റെ ഉടമ ഒരുപക്ഷെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകണമെന്നില്ല. ഒരു യുവാവ് ജോലി കിട്ടിയ സന്തോഷത്തിൽ ഏറെ കൊതിച്ചു വാങ്ങിയതാകാം ആ വാഹനം. കൗതുകമേറിയ കന്നിയാത്ര ചിലപ്പോൾ അയാളുടെ അന്ത്യയാത്രയും ആയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ജീവിതാന്ത്യത്തോളം കിടപ്പുരോഗിയാക്കി അയാളെ ആ അപകടം മാറ്റിയിട്ടുണ്ടാകാം. അങ്ങനെ അപകടത്തിൽ പൊലിഞ്ഞുപോയ ജീവിത സ്വപ്നത്തിനൊപ്പം ആ ബൈക്കും അനാഥമായി. പോസ്റ്റ്മോർട്ടം ടേബിളിൽ തന്നെ കാത്തുകിടന്നത് ഏറെയും 25 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരുന്നുവെന്ന ഒരു ഫോറൻസിക് വിദഗ്ധയുടെ വാക്കുകൾ ഓർമ്മപ്പെടുത്തലാണ്. ഒരു കുടുംബം സന്തോഷത്തോടെ യാത്ര ചെയ്ത വാഹനമാകാം ഈ കാണുന്ന കാറ്. റോഡിൽ ചിതറിയ ചോരപ്പൂക്കൾക്കൊപ്പം ജീവനും ജീവിതത്തിനും അന്ത്യം വന്നതിന് മൂകസാക്ഷിയാകാം ഈ വാഹനം. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്ക് ഇടിച്ചു തകർന്ന ഈ വാഹനം എന്നും വേട്ടയാടുന്ന ഓർമ്മകളാക്കും സമ്മാനിക്കുക. അതിനാൽ അവർ ഒരിക്കലും ഈ വാഹനം അന്വേഷിച്ചു വരണമെന്നില്ല. ഇവിടെ കാണുന്ന ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും ഏതോ ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗമായിരുന്നിരിക്കാം. റോഡ് അപകടങ്ങൾ ഉണ്ടായാൽ വാഹനങ്ങൾ തൊണ്ടി മുതലായി അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റപ്പെടുന്നു. കേസ് തീർപ്പായി കോടതി അനുവദിക്കുമ്പോഴാണ് ഈ വാഹനങ്ങൾ ഉടമയ്ക്ക് വിട്ടുകൊടുക്കുന്നത്. വർഷങ്ങൾ നീളുന്ന കേസുകൾ തീരുമ്പോൾ വാഹനം തുരുമ്പെടുത്ത് നശിച്ചിട്ടുണ്ടാകും. തുരുമ്പെടുത്ത് നശിക്കാറായ വാഹനങ്ങൾ വീണ്ടെടുക്കാൻ പലപ്പോഴും ഉടമകൾ എത്താറില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വാദിയും പ്രതിയും മരിച്ചുപോയാലും തീരാത്തതാണ് ചില കേസുകൾ. കേസുകളുടെ ബാഹുല്യവും നിയമത്തിന്റെ നൂലാമാലകളും പരിഗണിക്കുമ്പോൾ വാഹന ഉടമയ്ക്ക് കേസൊന്ന് തീർന്നാൽ മതി എന്ന് മാത്രമാകും ആഗ്രഹം. കേസുകൾ തീർപ്പാകുമ്പോൾ വാഹനങ്ങൾ തിരഞ്ഞ് ഉടമകൾ എത്താതാകുന്നതോടെ അവ കൊണ്ട് സ്റ്റേഷൻ പരിസരം നിറയും. പിന്നീട് അവ ആക്രി വിലയ്ക്ക് വിൽക്കേണ്ടി വരും. ആഡംബര കാറുകൾ മുതൽ നാഷണൽ പെർമിറ്റ് ലോറി വരെ ഇങ്ങനെ നശിച്ചു പോകുന്നു. ഓട്ടോറിക്ഷയും കാറുകളും ഉണ്ടെങ്കിലും ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതൽ. അവയെല്ലാം കാട്ടുചെടികൾ വളർന്ന് മൂടിക്കിടക്കുന്നതിനാൽ എത്ര എണ്ണം ഉണ്ടെന്ന് ആർക്കും ഒട്ട് തിട്ടമില്ല. അപകടത്തിൽപ്പെട്ട വാഹനം നശിച്ചു പോകും മുമ്പ് ഉടമയ്ക്ക് തിരികെ ലഭിക്കുന്ന ഒരു നിയമ സംവിധാനം നല്ലതല്ലേ? ശാസ്ത്രവും സംവിധാനങ്ങളും ഇത്രയും പുരോഗമിച്ച ഈ കാലത്ത് നിയമ സംവിധാനങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വന്നാൽ ഈ നഷ്ടം ഒഴിവാക്കാനാവില്ലേ?